ഉത്തർപ്രദേശിലെ ബറേലി ജില്ലയിൽ ഒരു യുവാവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അയാളുടെ ഭാര്യാമാതാവും സഹോദരിയുടെ സഹോദരനുമാണ്. മകളും ഭർത്താവും തമ്മിലുള്ള തർക്കം തീർക്കാൻ എത്തിയതായിരുന്നു ഇരുവരും. ഒടുക്കം ഇരുവരെയും കൊലപ്പെടുത്തി പ്രതി ഓടി രക്ഷപ്പെട്ടു. ബറേലി ജില്ലയിലെ രഹ്പുര ചൌധരി ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അഫ്സർ ഖാൻ എന്ന യുവാവും അയാളുടെ ഭാര്യ സൈമയും തമ്മിൽ വഴക്ക് പതിവായിരുന്നു. ക്രമേണ തർക്കം രൂക്ഷമായപ്പോൾ സൈമയുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഒരു യോഗം വിളിച്ചു ചേർത്ത് ഇരുവരുടെയും വഴക്കിൽ ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള തീരുമാനത്തിലേക്കെത്തി. അങ്ങനെ ഗ്രാമവാസിയായ റാഷിദ് എന്ന വ്യക്തിയുടെ വീട്ടിൽ വെച്ച് പഞ്ചായത്ത് വിളിച്ചു ചേർക്കാൻ അവർ തീരുമാനിച്ചു. പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ കൃത്യസമയത്ത് അഫ്സർ ഖാൻ സ്ഥലത്തെത്തിയെങ്കിലും യോഗം തുടങ്ങിയപ്പോൾ തന്നെ അയാൾ ഭാര്യയെയും ഭാര്യ വീട്ടുകാരെയും അസഭ്യം പറയാൻ തുടങ്ങി. പിന്നീട് പെട്ടെന്നായിരുന്നു അയാൾ പോക്കറ്റിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഭാര്യാമാതാവിനെയും അവരുടെ സഹോദരനെയും ആക്രമിക്കാൻ ആരംഭിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ സൈമയുടെ മാതാവ് അസ്മയും 19 വയസ്സുകാരനായ സഹോദരനും അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. അമ്മയെയും സഹോദരനെയും ആക്രമിക്കുന്നത് കണ്ട് പിടിച്ചു മാറ്റാനെത്തിയ സൈമയ്ക്കും പരിക്കേറ്റു. ഇവർ നിലവിൽ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. थाना इज्जत नगर में रैपुरा गांव पड़ता है। यहाँ पे सूचना मिली थी अभी लगभग 1.5 घंटा पहले कि एक व्यक्ति के द्वारा अपनी सास और अपने साले को चाकू से घायल कर दिया गया है, जिनकी मृत्यु हो गई है। अपनी पत्नी पे भी चाकू से वार किया गया है, जो वर्तमान में उपचाराधीन है। मौके पे सभी गैजेटेड ऑफिसर्स मौजूद है, फील्ड यूनिट की टीम मौजूद है। मेरे द्वारा यहाँ जो घटना स्थल है उस घर में लोगों से पूछताछ की गई है, बातचीत की गई है। उनके द्वारा बताया गया कि ये पति पत्नी का विवाद आपस में था। जो अफसर आरोपी है और उनकी पत्नी साइमा, इन दोनों के बीच में लंबे समय से विवाद चल रहा था। पहले भी यहाँ जो राशिद जिसका मकान है 2 बार इनका समाधान आपस में करा चुके थे, पंचायत करके करा चुके थे। आज भी उसी समाधान के लिए इनके यहाँ बुलाया गया था दोनों पक्षों को। बातचीत होने लगी। बातचीत के दौरान कुछ बातें ऐसी हुई जिसमें दोनों पक्ष अग्रेसिव हुए और उसके बाद आरोपी के द्वारा चाकू से हमला कर दिया गया दूसरे पक्ष पर, अपने ससुराल पक्ष पर। वो भी इन्हीं के परिवार के लोग हैं और उसमें 2 लोगों की मृत्यु हुई है। एक जो इनकी पत्नी है वो वर्तमान में घायल है। जो भी परिवार के द्वारा दलील दी जाएगी हम लोग एफआईआर दर्ज करेंगे, कठोर कार्रवाई इंश्योर करेंगे। മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്തെന്നാൽ ഭർത്താവ് തന്നെയും കുടുംബാംഗങ്ങളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് സൈമ കഴിഞ്ഞ ഞായറാഴ്ച ഇസ്തർ നഗർ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി നൽകിയിരുന്നു എന്നതാണ്. പ്രതിയായ അഫ്സർ ഖാന് അക്രമാസക്തമായ സ്വഭാവമുണ്ടെന്നും അതിനാലാണ് ഭാര്യ സൈമ അഫ്സറിനൊപ്പം താമസിക്കാൻ വിസമ്മതിച്ചതെന്നുമാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ. 2022 ഇയാൾ തന്റെ മാതൃ സഹോദരനെയും കൊലപ്പെടുത്തിയിരുന്നുവെന്നും വ്യക്തമാവുന്നുണ്ട്. ആ കൊലപാതകത്തിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച അടുത്തിടെയാണ് ഗ്രാമത്തിലേക്ക് ഇയാൾ മടങ്ങിയെത്തുന്നത്. സൈമ നേരത്തെ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പോലീസിനെതിരെ ഗ്രാമവാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധവുമുണ്ട്. പ്രതിക്കെതിരെ പോലീസ് നേരത്തെ കർശന നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാമായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ അനാസ്ഥ ഉത്തർപ്രദേശിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമല്ല. ഇന്നലെയും സമാനമായ രീതിയിൽ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. തന്റെ ജീവൻ അപകടമുണ്ടെന്നൊരു യുവാവ് പോലീസിന് പരാതി നൽകിയിട്ടും അയാൾക്ക് യാതൊരു സംരക്ഷണം നൽകാനോ കുറ്റാരോപിതരെ പിടികൂടാനോ പോലീസ് തയ്യാറായില്ല. പിന്നീട് അതേ പ്രതികൾ തന്നെ ആ യുവാവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ യുപിയിൽ പതിവായിക്കൊണ്ടിരിക്കുകയാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.